ഞാനിന്ന് വന്നേക്കുന്ന ഒരു ടൂട്ടി ഫ്രൂട്ടിയുടെ റെസിപ്പി ആയിട്ടാണ്. തണ്ണിമത്തൻ്റെ തോട് വെച്ച് നമ്മൾ എങ്ങനെ ടൂട്ടി ഫ്രൂട്ടി ഉണ്ടാക്കാമെന്ന് നോക്കാം. സാധാരണ നമ്മൾ പപ്പായ വെച്ചാണ് ടൂട്ടി ഫ്രൂട്ടി ഉണ്ടാക്കുന്നത്. ഇന്ന് വെറൈറ്റി ആയിട്ട് തണ്ണിമത്തൻ്റെ തോട് വെച്ച് നമുക്ക് ടൂട്ടി ഫ്രൂട്ടി ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. നേരെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതിനുവേണ്ടി തണ്ണിമത്തൻ്റെ തോട് ഇവിടെ എടുത്തിട്ടുണ്ട്. ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇതിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അതിന് വേണ്ടി കുറച്ച് വെള്ളം ഞാൻ പാനിൽ തിളപ്പിച്ചിട്ടിട്ടുണ്ടായിരുന്നു. ഈ തണ്ണിമത്തൻ കട്ട് ചെയ്തതൊന്ന് ചേർത്ത് കൊടുത്ത് ശകലം ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിവിടെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഇതൊന്ന് അരിച്ചെടുത്ത് മാറ്റി വയ്ക്കാം. അതേ പാനിൽ തന്നെ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 കപ്പ് പഞ്ചസാരയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. നേരത്തെ നമ്മൾ വേവിച്ച് മാറ്റി വെച്ച തണ്ണിമത്തൻ്റെ മിക്സും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിവിടെ പഞ്ചസാര പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വേറൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റിയെടുക്കാം. ഇതൊരു 4 ബൗളിലേക്ക് ആക്കിയാണ് എടുക്കുന്നത്. ബൗളിലേക്ക് ആക്കി എടുക്കുന്നത് 4 കളർ ഒന്ന് ചേർത്ത് കൊടുക്കാനാണ്. ആദ്യത്തേന് നമുക്കൊന്ന് പച്ച കളറൊന്ന് ചേർത്ത് കൊടുക്കാം. രണ്ടാമത്തേന് നമുക്കൊന്ന് റെഡ് കളറൊന്ന് ചേർത്ത് കൊടുക്കാം. മൂന്നാമത്തേന് നമുക്കൊന്ന് മഞ്ഞ കളറൊന്ന് ചേർത്ത് കൊടുക്കാം. നാലാമത്തേല് നമുക്ക് ഓറഞ്ച് കളറൊന്ന് ചേർത്ത് കൊടുക്കാം. എല്ലാ കളറും ഇവിടെ ചേർത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഓറഞ്ചും മഞ്ഞയും ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കണ്ട രണ്ടും ഒരേ കളർ കണക്കിരിക്കുകയാണ്. എങ്കിൽ അത് രണ്ടും മഞ്ഞയും ഓറഞ്ചുമാണ്. ഇതിവിടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഉണക്കാനൊന്ന് മാറ്റി വയ്ക്കാം. അതിനു വേണ്ടി ഒരു പ്ലേറ്റിലൊരു പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വെച്ച് നിരത്തിയെടുക്കാം. ഇതെല്ലാം ഇവിടെ നിരത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഒരു ദിവസം വെയിലത്ത് വെച്ചൊന്ന് ഉണക്കിയെടുക്കാം. ഇതിവിടെ എല്ലാം ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഇത് ഒരു ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഇതിൻ്റെ ബാക്കി വീഡിയോ എടുക്കുന്നത്. ഇനി നമുക്കിത് ഓരോന്നായിട്ട് പാത്രത്തിലേക്കൊന്ന് മാറ്റിയെടുക്കാം. ഇത് നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നന്നായിട്ട് ഇവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ഗ്ലാസ് കുപ്പിയിലേക്ക് ഒന്ന് മാറ്റിയെടുക്കാം.
ഇതെല്ലാം ഈ കുപ്പിയിലേക്ക് ഒന്ന് മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എയറൊന്നും കയറാതെ ഒന്ന് അടച്ച് വയ്ക്കാം. നമുക്ക് വീട്ടിൽ ആവശ്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്കിതൊന്ന് എടുക്കാം. ജ്യൂസ് അടിക്കാനും മറ്റു ആവശ്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് എടുക്കാം. ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അസ്സലാമു അലൈക്കും.